കോൺഗ്രസ് നേതാവ് ശശി തരൂർ കോൺഗ്രസിനെ ദുർബലമാക്കാൻ ഒരിക്കലും ഒരു തീരുമാനവും എടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് പാലക്കാട് MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കിയത്. കോൺഗ്രസിനകത്ത് KPCC പുനഃസംഘടന ഉണ്ടാകണം എന്ന് മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമ്പോഴും സുധാകരനെ മാറ്റാൻ പോകുന്നു എന്ന രീതിയിൽ തലക്കെട്ട് റിപ്പോർട്ടർ ചാനൽ അടക്കം കൊടുക്കാൻ തുടങ്ങുമ്പോഴും കൃത്യമായി ശശി തരൂർ പറയുന്നൊരു പോയിന്റ്, അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം UDFന് കൊണ്ടുവരാൻ കെൽപ്പുള്ള അത് കാട്ടിത്തന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞത്. 2021 ജൂൺ 19 കൃത്യമായും സുധാകരൻ KPCC ആസ്ഥാനത്ത് പ്രസിഡന്റിൻ്റെ, അതായത് അധ്യക്ഷ സ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ അമരക്കാരനായി കേരളത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയത്. കണ്ണൂർ DCC അധ്യക്ഷനായിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള ചോരക്കളി നടത്തിയ CPIMനെ പ്രതിരോധിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ ഒരു സംഘടന പരമ്പരയായിരുന്നു ആ നീണ്ട 12 കൊല്ലത്തോളം. അത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ സഹിച്ച ത്യാഗം, ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാട്, ഒരിക്കലും ആയുധം താഴെ വയ്ക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവുമ്പോൾ പോലും മഹാനായ പ്രസിഡന്റെ ഇവരോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ തുറന്നു പറയട്ടെ എന്ന ആ പ്രസംഗമുണ്ട്. സുധാകരൻ ഒരുപക്ഷെ മലബാറിനെ ഇളക്കി മറിച്ച ആ ഒരു പ്രസംഗം. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കേരളത്തിലെ KPCC അധ്യക്ഷൻ. ആ സമയത്താണ് അദ്ദേഹം KPCC അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം. അതിലൊരു വരി ഇപ്പോഴും വളരെയധികം ഹൈപ്പാണ്. വികാരഭരിതമാണ് എൻ്റെ പ്രസംഗം എന്ന് തുടങ്ങുന്ന ആ വാക്കുകൾ. അതായത് 22ഓളം ചെറുപ്പക്കാർ തൻ്റെ ഇടതും വലതും നിന്നവരെ വെട്ടിനുറുക്കിയ ആ മണ്ണിൽ, അവരുടെയൊക്കെ മൺകൂനയിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോഴും വളരെ വിഷമത്തോടെ നടത്തുന്നത് എന്നത് അതുതന്നെയാണ് സുധാകരനെ വേറിട്ട വ്യക്തിത്വം ആക്കി മാറ്റുന്നത്. ശശി തരൂരിനെ പോലുള്ളവർ പോലും സുധാകരൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായി അറിയുന്ന വ്യക്തിത്വമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞു. എന്നാൽ സുധാകരൻ അല്ലാതെ മറ്റൊരാൾ കൃത്യമായും കണ്ണൂരിൽ മത്സരിച്ചാൽ ജയസാധ്യത വളരെ കുറവായിരിക്കും എന്നതുകൊണ്ട് മാത്രം സുധാകരനെ വീണ്ടും കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയതാണ്. എന്നാൽ അദ്ദേഹം നിൽക്കുന്ന സമയം മുതൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് പിന്നെ അങ്ങോട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓറ എന്നുള്ളത് തരൂർ എടുത്തു പറയുന്നു.